ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ പാവയ്ക്ക കൊണ്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അല്പം പോലും എണ്ണയൊന്നും ചേർക്കാതെ നല്ല അടിപൊളി ടേസ്റ്റിലുണ്ടാക്കാം. 2 പാവയ്ക്ക ഞാൻ അരിഞ്ഞിട്ടുണ്ട്, 1 സവാളയും കൂടി അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും പിന്നെ നമ്മുടെ പുളിയില്ലേ, അതായത് നമ്മുടെ വാളംപുളി അല്ല, പിഴുപുളി, ഓക്കെ, അത് പിഴിഞ്ഞ വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് നമുക്ക് പാവയ്ക്ക വേവുന്നതിന് ആവശ്യമായുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. വളരെ നല്ല പുളി അല്പം മുന്നേ നിൽക്കണം, പുളിയും എരിവും അല്പം മുന്നേ നിൽക്കണം കേട്ടോ. അപ്പോൾ ആ കയ്പ്പ് നമുക്കറിയാൻ പറ്റില്ല. അപ്പോൾ ഇതൊന്ന് വേവട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കണം. പാവയ്ക്കയുടെയൊക്കെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരുപാട് റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് പക്ഷേ നമ്മുടെ നാടൻ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അതൊന്ന് വേകുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പൊന്ന് സെറ്റാക്കി എടുക്കാം. ഒരു അരമുറി തേങ്ങയുടെ പകുതിയും ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതെടുത്തിട്ട് പിന്നെ ഞാൻ ചേർത്തിരിക്കുന്നത് നല്ല എരിവുള്ള പച്ചമുളക് നന്നായിട്ട് ചേർത്തോളൂ കേട്ടോ. പിന്നെ ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും 1/2 ടീസ്പൂൺ ജീരകവും കൂടി നല്ല രീതിയിൽ ചതച്ചെടുക്കുക. നമുക്ക് ഈ പച്ചമുളക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നിൽക്കണം. അതേ കണ്ടില്ലേ, പച്ചമുളക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മുന്നേ നിൽക്കണം, നല്ല എരിവ് വേണം, സ്പൈസി ആയിട്ടുള്ളൊരു ഡിഷാണ്. അപ്പോൾ ഇതാ നമ്മുടെ പാവയ്ക്കൊക്കെ വെന്ത് പാകമായി വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരപ്പും കൂടി ഇട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നല്ല രീതിയിൽ തന്നെ ഒന്ന് വീണ്ടും ആ അരപ്പൊക്കെ ഒന്ന് വേവണം. അതായത് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറി വരണം കേട്ടോ. പച്ചമുളകിൻ്റെ തേങ്ങയുടെയൊക്കെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഈ ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ല രീതിയിൽ ചൂടായി കഴിഞ്ഞ് നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ, സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ, വെളിച്ചെണ്ണ ഒട്ടും ചേർക്കാതെ നമുക്ക് എടുക്കാം. പിന്നെ വെളിച്ചെണ്ണ ചേർക്കുന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ, അതായത് ഞാനിതിൽ അല്പം വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇതാ ഇങ്ങനെ അങ്ങ് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഈ ലാസ്റ്റിലത്തെ കടുക് താളിക്കലൊന്ന് ഒഴിവാക്കിയാൽ അല്പം പോലും എണ്ണ ചേർക്കാതെ നമുക്ക് പാവയ്ക്ക ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ ഇത് കഴിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കടുകും കൂടി പച്ച വെളിച്ചെണ്ണയിൽ താളിച്ചൊന്ന് ചേർക്കുന്നുണ്ട്. തികച്ചും ഓപ്ഷണലാണ്, അതൊന്നും ഇല്ലെങ്കിലും വളരെ ടേസ്റ്റിയാണ്. പിന്നെ ഞാൻ അല്പം ചേർത്തുന്നേ ഉള്ളൂ. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എണ്ണ ചേർക്കാത്ത ഉണ്ടാക്കിയതാണെന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് തികച്ചും ഓപ്ഷണലാണ് ഇനിയും കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്പം കറിവേപ്പിലയും കടുകും കൂടി വെളിച്ചെണ്ണയിൽ താളിച്ചൊന്ന് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ കയ്പൊക്കെ എന്നൊക്കെ ഒരു സൈഡിലൊക്കെ പറയാറുണ്ടായിരിക്കും, എനിക്കറിയില്ല. അപ്പോൾ ഒട്ടും തന്നെ കയ്പില്ലാതെ തന്നെ നമുക്ക് പാവയ്ക്ക കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എനിക്ക് പാവയ്ക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കിയാലും ഞാൻ കഴിക്കാറുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ കുറച്ചിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കുക. പാവയ്ക്കയുടെ ഒരു അവിയലിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കുറേ റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നോക്കിക്കേ, നല്ല ഒരു എന്താ പറയുക, ചോറിൻ്റെ കൂടെ പറ്റിയ ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ. ചൂട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ഡിഷാണ്. അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണും വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. പാവയ്ക്കയാണെന്ന് വിചാരിച്ച് ആരും ട്രൈ ചെയ്യാതിരിക്കരുത്. നല്ലൊരു റെസിപ്പിയാണ്, നല്ല സ്പൈസിയാണ്. ഓക്കെ.